നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന, നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു കഥ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് ബാലേന്ദ്രൻ സ്റ്റാൻലിയെ കണ്ടെത്തണമെന്ന്. ഒടുവിൽ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ എത്തുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. 1-2 ദിവസമായിട്ട് കൃഷ്ണമോൾക്കും ബബിതയ്ക്കും രോഹത്തിനൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. മാമച്ചൻ്റെ ഗ്രേസമ്മയുടെയും വീട്ടിൽ വന്നിട്ട് അവർക്ക് അവിടുന്ന് പോകാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ വീട്ടിൽ കിട്ടാത്ത സന്തോഷമായിരുന്നു ഇവിടെ. അവർക്ക് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. എപ്പോഴും കളിയും ചിരിയും തമാശയും എല്ലാം കൊണ്ടും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. പക്ഷേ കടപ്പാട്ടൊരു വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. വൈജയന്തി ഉള്ള സമയത്താണെങ്കിലോ എപ്പോഴും അടിയും വഴക്കും ബഹളവും. ബാലേന്ദ്രനെ ചീത്ത പറയുന്നു, മര്യാദ പഠിപ്പിക്കുന്നു. പിന്നെ രോഹിത്തിനെ ഭവിത എല്ലാവരെയും ചീത്ത പറയുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു ലോകത്തായിരുന്നു 2-3 ദിവസമായിട്ട് അവർക്കടന്ന് പോകാൻ പോലും തോന്നിയില്ല. പിറ്റേ ദിവസം പോണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അവര് കിടന്നുറങ്ങാനായിട്ട് പോകുന്നത്. ഈ സമയത്ത് മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര വിഷമായി. മാമച്ചനോട് ഗ്രേസം പറഞ്ഞു, ഈ 2-3 ദിവസമായിട്ട് എന്തൊരു സന്തോഷമായിരുന്നില്ലേ ഈ വീട്ടിൽ, കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് 3 ദിവസം പോയതുപോലും അറിഞ്ഞില്ല. മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ, മാമച്ചനൊരു കൂട്ടായിരുന്നു. രോഹിത്ത് കളിക്കാൻ കൂടും. രോഹിത്ത് മാത്രമല്ല, കൃഷ്ണമോളും ബബിത എല്ലാവരും കൂടെ ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് കളിയും ചിരിയും തമാശയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. ഗ്രേസം പറഞ്ഞു, ഇത്രയും കുട്ടികളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലായിരുന്നല്ലേ? മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മോന് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പം അവൻ്റെ കുട്ടികളൊക്കെ ആയിട്ട്. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയുടെ മുഖം വല്ലാതെയായിപ്പോയി. ഗ്രേസമ്മ ഒരു ദീർഘനിശ്വാസം ഇടുന്നുണ്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, സാരമില്ല പോട്ടെ, അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമല്ലോ. പിന്നെ നമ്മൾക്ക് നമ്മുടെ രേവതി കുട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കൃഷ്ണമോളും ഭവിതയും കൂടെ കിടക്കുന്ന സമയത്ത് കൃഷ്ണമോളോട് ഭവിത പറഞ്ഞു, അല്ല അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോഴത്തെ ഈ സന്തോഷം കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് തിരിഞ്ഞു കിടന്ന് ഭവിതേനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അമ്മ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അറിയാലോ എന്താന്ന്, അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം തന്നെയായിരിക്കും അച്ഛനോടും. പിന്നെ അച്ഛനും അമ്മയും മിണ്ടിയിട്ടുണ്ട്, വഴക്ക് തന്നെയായിരിക്കും. ഈ ഒരു സന്തോഷവും കളിയും ചിരിയും തമാശയും ഒന്നും കാണത്തില്ല. ഇവിടെ വന്നിട്ട് എന്ത് രസമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ രേവതി ചേച്ചിയോട് എത്ര സന്തോഷത്തോടും ഇട്ട് ഇവിടുത്തെ അങ്കിളും ആൻറ്റിയൊക്കെ പെരുമാറുന്നേ. ഒരു ജോലിക്കാരിയെ പോലെയാണോ, സ്വന്തം മകളെ പോലെ അല്ലേന്ന് ചോദിച്ചു. ഭവിത പറഞ്ഞു, അതെ, നമ്മുടെ വീട്ടിലും ഇങ്ങനെയായിരുന്നെങ്കിൽ അച്ഛൻ അലീന ചേച്ചിയെ കാണുന്ന പോലെ അമ്മയും കൂടെ കാണുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ. അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. കൃഷ്ണമോള് പറഞ്ഞു, അതിന് അമ്മ ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് ജനിക്കണം എന്നല്ലേ പറയണത്. സാരമില്ല, അമ്മ മനസ്സ് വിചാരിച്ചാൽ നടക്കാവുന്നുള്ളൂ. ഒടുവിൽ അമ്മ തന്നെ കരയേണ്ടതായിട്ട് ഒരു അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെന്താ, അതൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞു. കൃഷ്ണമോള് കൂടുതലൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത് മുറി വന്നിട്ട് രേവതിക്കുട്ടി ഉറങ്ങാതിരിക്കുമ്പോഴത്തേനും അലീന ചേച്ചി, നിനക്കെന്താ ഉറക്കം വരുന്നില്ലേ? അതെ, നാളെ അലീന ചേച്ചി പോകുവാണല്ലോ എന്ന് ഓർത്തിട്ട്. അതെ, ഞാൻ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ഇടയ്ക്ക് കാണാൻ വരില്ല നിന്നെ. ഇടയ്ക്ക് കാണാൻ വരുമോ? അലീന ചേച്ചി അവിടെ നിന്ന് പോകുകയെന്നല്ലേ പറഞ്ഞേ. പിന്നെ എന്നെ എങ്ങനെയാ കാണാൻ വരുന്നേ? അതോ ഞാൻ ഏത് ദുബായിക്ക് പോയെന്ന് പറഞ്ഞാലും എൻ്റെ മോളെ കാണാൻ വരാതിരിക്കുമോയെന്ന് ചോദിച്ചു. വരണോട്ടോ, അലീന ചേച്ചി എവിടെ പോയാലും എൻ്റെ അടുത്തേക്ക് വരണം. എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട്. അലീന ചേച്ചി അവിടെ ആയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടാ പോകണമെങ്ങനെയൊന്നും അറിയില്ലല്ലോ. നോക്കാം. അച്ഛൻ എന്താണെങ്കിലും ഈ പോക്ക് പോയിരിക്കുന്നത് എന്നെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞു, ചിന്നുമോളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ. അലീന ചേച്ചി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷേ അലീന ചേച്ചി ഇല്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ വരും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആഹാ, ഇപ്പം അതാ നന്നായത്. അതെ, നിന്നെ സ്നേഹിക്കുന്ന മാമച്ചനങ്കിള് ഗ്രഹസമാൻ്റെക്ക് ഇവിടെ ഇല്ലേ? അവരൊക്കെ ഉണ്ട്. പക്ഷെ അലീന ചേച്ചി ഉള്ള പോലെ ആകുമോ ആരൊക്കെ ഉണ്ടെങ്കിലും എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റില്ല. 1-2 ദിവസമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ അച്ഛൻ ഓർക്കില്ലേ, അച്ഛൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കഴിയുമായിരുന്നെന്ന്. പിന്നെ അങ്കിളും ആൻറ്റിയൊക്കെ എന്ത് വിചാരിക്കും? അതെ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവരും കൂടെ ഉള്ളത് അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി ഞങ്ങൾ കഴിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും പോവാനായിട്ട് റെഡിയാവുകയാണ്. രോഹിത്തിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു.
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം പോയതുപോലും അറിഞ്ഞില്ല. അത് മാത്രമല്ല രേവതിക്കുട്ടിയായിട്ട് എപ്പോൾ നോക്കിയാലും അടി ഉണ്ടാക്കിയാലും രോഹിത്തിനും രേവതിക്കുട്ടിക്ക് ഇടയിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും അടി ഉണ്ടാക്കിയാലും ഒരു സമാധാനം ഇല്ലതാനും. പക്ഷെ അടി ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് താനും. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്താണ് കാറിൻ്റെ കീ കാണുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേനും രേവതിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. രേവതിക്കുട്ടി ചെന്താ അല്ല ഞാൻ കാറിൻ്റെ കീ ഓ അപ്പം അത് നോക്കി വന്നായിരുന്നു മോനില്ലേന്ന് ചോദിച്ചു. അതെ ഇതാണോന്ന് ചോദിച്ചു. ഓ അപ്പം ഇത് കൈ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിത് അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. അതെ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കി. രേവതിക്കുട്ടി ചെന്താ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ കരുതിക്കൊണ്ടിരുന്നേ ഇയാൾ ഇത്തിരി വലിയ ദുഷ്ടനാ, ആൾ ഇത്തിരി കേമന അതൊക്കെ കരുതിക്കൊണ്ടിരുന്നേ. പക്ഷെ ഞാൻ ഉദ്ദേശത്ര ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. രോഹിത്ത് ചോദിച്ചു എന്തില്ലാന്ന്? ആളൊരു പാവ, എൻ്റെ അലിയന് ചേച്ചിയുടെ ആങ്ങളെയാൻ പറ്റിയ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും രോഹിത്തൊന്ന് നോക്കി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പല കഥകളും കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുവേ ദുഷ്ടനായിരിക്കും എന്നാ കരുതിയിരുന്നേ. പക്ഷേ അടുത്ത ഇടപെടി കഴിഞ്ഞപ്പോൾ അല്ലേ ആളൊരു പാവമെന്ന് മനസ്സിലായത്. രോഹിത്ത് പറഞ്ഞു ഞാൻ എത്ര പാവമൊന്നും അല്ല. പിന്നെ അത് മനസ്സിലായി. ഞങ്ങളെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും പാതിങ്ങി മാറി നിൽക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് രേവതിക്കുട്ടി രോഹിത്തിനെ നോക്കണം. രോഹിത്ത് രേവതിക്കുട്ടിയെ തന്നെ നോക്കി. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു അതെ പോയിട്ടുണ്ടേ ഇടയ്ക്ക് വരുമോ, അലീന ചേച്ചിയുടെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു അറിയില്ല, അലീന ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നാലല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഫോൺ നമ്പർ ഉണ്ടല്ലോ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. വിളിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അലീനയൊക്കെ ബാഹൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ ഭയങ്കര സങ്കടം അവരവിടെ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ. പിന്നീട് ഗ്രേസം പറഞ്ഞു നിങ്ങളിവിടെ എത്ര നാൾ നിന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 1-2 ദിവസം ഈ വീടെന്ന് പറയുമ്പോൾ ഒരു ഉത്സാഹത്തിലായിരുന്നു. ഒച്ചപ്പാടും ബഹളവും ചിരിയും കളിയും തമാശ. നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പം കൃഷ്ണമോള് പറഞ്ഞു ഞങ്ങൾ ഇടയ്ക്ക് വരാം ആൻറ്റി, വരണം കേട്ടോ, നിങ്ങൾ ഇടയ്ക്ക് വരണം, വരാതിരിക്കരുത്. എൻ്റെ മക്കൾ ഈ വീട് വിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നേ. ഇത്രയും ദിവസം എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒച്ചവും ബഹളമായിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന പോലെ തോന്നേ. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പം വീട് ഉറങ്ങിയതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു അപ്പം ഞാനിവിടെ ഇല്ലേ? നീയുണ്ട്, എന്നാലും അതല്ലല്ലോ. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കളിയും ചിരിയും തമാശയായിട്ട് പോകുമ്പോൾ എന്ത് രസമാ. പക്ഷേ അങ്ങനെയല്ലോ എല്ലാവരും കൂടെ വന്നിട്ട് പോയി കഴിയുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മയെ ആകെപ്പാടെ വിഷമിക്കുവാണ്. അങ്ങനെ ഗ്രേസമ്മയെ ചേർത്ത് പിടിച്ച് കൃഷ്ണമോളും ഭവിതയെല്ലാം അമ്മയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേരും ഗ്രേസം പറഞ്ഞു അല്ല ഇനിയിപ്പം ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് വന്നാലും അലീനെ അവിടെ കാണത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ അവിടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് ബബിത പറഞ്ഞു അതെ അലീന ചേച്ചി ഇല്ലെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരാതിരിക്കരുത്. അലീന ചേച്ചി എവിടെ പോയാലും അലീന ചേച്ചി വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്കും മാമച്ചനൊരു സന്തോഷമായി. അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് പോവുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ആരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്ര ദിവസം അടിച്ചു പൊളിച്ചിട്ട് കൃഷ്ണമോള് പറഞ്ഞു ഇപ്പോൾ പോരണ്ടായിരുന്നു, 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു ആഹാ കൊള്ളാലോ, അപ്പം നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ അത് ശരിയാ, സ്കൂളിൽ പോകണമായിരുന്നല്ലോ, പിന്നല്ലാതെ സ്കൂളിലും പോകണം, എല്ലാവരും കോളേജിലൊക്കെ പോകണ്ടല്ലേ ബബിതയ്ക്കൊക്കെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഇനി അത് മതി എന്ന് പറഞ്ഞു വഴക്ക് കേൾക്കാൻ. ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്തേക്കുന്നു. ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെന്നിട്ട് ഗോവർദ്ധനോട് പറഞ്ഞു ഗോവർദ്ധന ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം, ഗോവർദ്ധൻ വരണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവർദ്ധൻ ചോദിച്ചു അതെന്താ ബാലേട്ട അങ്ങനെ? അത് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം ബാലേന്ദ്രന് തനിച്ചു പോയി സ്റ്റാലിയെ കാണായിരുന്നു. സ്റ്റാലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ തനിച്ച് ഡ്രൈവ് ചെയ്ത് സ്റ്റാലിയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ പല പല ചിന്തകളൊക്കെ ആയിരുന്നു. ഒടുവിൽ ബാലേന്ദ്രന് ആ വീട് കണ്ടെത്തി അവിടേക്ക് ചെല്ലുവാണ്. കോളിംഗ് ബെല്ല് അമർത്തിയിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആളെ കാണാൻ വേണ്ടിയിട്ട്. അയാൾ ഇപ്പോൾ ഇറങ്ങി വരുന്നൊരു ചിന്തയോടുകൂടി. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ബാലേന്ദ്രൻ്റെ സ്റ്റാലിയും കൂടെ കണ്ടുമുട്ടി കഴിയുമ്പോഴായിരിക്കും സ്റ്റാലിൻ്റെ കഥകളൊക്കെ അറിയുന്നത്. തനിക്കൊരു മകളുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാലിൽ വെറുതെ ഇരിക്കുമോ? ബൈജിക്കിട്ടുള്ള അടിയെ കിട്ടാൻ പോകുന്നത്. ബൈജിക്ക് മര്യാദയ്ക്കാണെങ്കിൽ അലീനെ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ബൈജ വടി കൊടുത്ത് അടി മേടിക്കാനായിട്ട് പോവാം. സ്റ്റാലിൽ എന്താണെങ്കിലും ഇനി ബൈജയെക്കുറിച്ച് അന്വേഷിച്ച് വരും. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.